നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലാലിഗയിൽ റയൽ മാഡ്രിഡിന് തിരിച്ചടി. മയോർക്ക അവരെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരിക്കുന്നു. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ബയേൺ മ്യൂണിക്കിനെ നേരിടാൻ ഒരുങ്ങുന്നതിൻ്റെ 2 ദിവസം മുമ്പേറ്റ ഈ പരാജയം തീർച്ചയായിട്ടും റയലിന് വലിയ നിരാശയുണ്ടാക്കുന്ന ഒന്നാണ്. പരിക്കിൽ നിന്ന് മുക്തനായി മടങ്ങിയെത്തിയ എദർ മിലിറ്റാവോ ഒരു ഗോളടിച്ചു എന്നത് മാത്രമാണ് ആശ്വാസകരമായ കാര്യം. കളിയിലുടനീളം ആധിപത്യം പുലർത്തിയിട്ടും റയൽ പൊട്ടുകയായിരുന്നു. മയോർക്കയ്ക്ക് വേണ്ടി മൊർലാനസും മുറീക്കിയുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. ഇഞ്ചുറി ടൈമിലാണ് മുറുക്കിയുടെ വിജയ ഗോൾ വന്നത്. മയോർക്കയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ വിനി ജൂനിയർ ആദ്യ ലെവലിൽ ഉണ്ടായിരുന്നില്ല. റയലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കിലിയൻ എംബാപ്പയും ബ്രയാൻ ഡയസും ആർദ ഗ്യൂളറും ഒക്കെ ഒരുമിച്ചാണ് അണിനിരന്നത്. കളിയുടെ 42-ാമത്തെ മിനിറ്റിൽ മൊർലാനേസിലൂടെ മയോർക്ക ലീഡെടുത്തതാണ്. റയലിന് നിരവധി അവസരങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ പന്ത് വലയിലേക്ക് എത്തിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. അങ്ങനെ ഒരു ഗോളിൻ്റെ കടവുമായിട്ട് ഇടവേള സമയത്ത് കളിക്കളം വിട്ടു. രണ്ടാം പകുതിയിൽ കോച്ച് മാറ്റങ്ങൾ വരുത്തി. 60-ാമത്തെ മിനിറ്റിൽ ജൂഡ് ബെല്ലിങ്ങാമും എദർ മിലിറ്റാവോയും വിനി ജൂനിയറും ഒക്കെ കളിക്കളത്തിലേക്ക് വന്നു. റയലിൻ്റെ നീക്കങ്ങൾക്ക് ശക്തി വന്നു എന്നതൊഴികെ ഗോൾ വന്നില്ല. ബ്രയാൻ ഡയസിന് പകരം മസ്റ്റൻ ഡൂനോയെ 77-ാമത്തെ മിനിറ്റിൽ കളിക്കളത്തിലേക്ക് വിട്ടു. ഒടുവിൽ 89-ാമത്തെ മിനിറ്റിൽ ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡിൻ്റെ കിടിലനൊരു ക്രോസ്. അതിനെ തുടർന്നാണ് മിലിറ്റാവോയുടെ ഗോൾ പിറക്കുന്നത്. 1-1 സമനില. പരാജയമില്ലാതെ റയൽ രക്ഷപ്പെടുമെന്ന് തോന്നിയെങ്കിൽ തെറ്റി. തൊട്ടു പിന്നാലെ വെദറ്റ് മുറീക്കിയുടെ ഗോളിലൂടെ മയോർക്ക വിജയം തിരികെ പിടിച്ചു. 2-1 വിജയം മയോർക്ക നേടി. അതോടുകൂടി റയൽ 30 കളികളിൽ നിന്ന് 69 പോയിൻ്റായിട്ട് നിൽക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എത്താം.